ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം കഴിഞ്ഞ എപ്പിസോഡിൽ എൽഡർ സി ശാമുവേൽ അപ്പച്ചന്റെ അനുഭവ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. 1925 ജനിച്ച് 1965 സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരനായി സ്നാനപ്പെട്ട എൽഡർ സി ശാമുവേൽ അപ്പച്ചൻ സൈനിക സേവനം ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ധാരാളം എഴുത്തുകൾ അദ്ദേഹം എഴുതുവാൻ ഇടയായി. പുസ്തക രചയിതാവാണ്, നല്ലൊരു വാഗ്മിയാണ്, നല്ലൊരു പണ്ഡിതനാണ്, വേദപുസ്തക പണ്ഡിതനാണ്. അതോടൊപ്പം തന്നെ നന്നായി എഴുതുവാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അദ്ദേഹത്തിന്റെ സ്നാന സമയത്ത് വരെയുള്ള അനുഭവങ്ങൾ, അതായത് 1965 അദ്ദേഹം ആഞ്ഞിലിത്താനത്ത് സ്നാനപ്പെട്ട സമയം വരെയുള്ള കഥകളാണ് നാം കേട്ടത്. ഇന്ന് ഈ എപ്പിസോഡിൽ അതിനുശേഷം ഉണ്ടായ വളരെ സംഭവബഹുലമായ പല കാര്യങ്ങളും ഇന്ന് അദ്ദേഹം വീണ്ടും നമ്മോട് പങ്കുവെക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാം. അപ്പച്ച, വീണ്ടും സ്വാഗതം. അപ്പോൾ 1965 ആഞ്ഞിലിത്താനത്ത് വലിയൊരു അനുഭവത്തിലൂടെ അപ്പച്ചൻ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. സ്നാനത്തിന് ശേഷം എന്തൊക്കെയാണ് അപ്പച്ചനുണ്ടായ അനുഭവങ്ങൾ? ദൈവം എങ്ങനെയാണ് നടത്തിയത്? എന്തൊക്കെയായിരുന്നു അപ്പച്ചന്റെ തുടർന്നുള്ള ജീവിതാനുഭവങ്ങൾ? സ്നാനത്തിന് ശേഷം, അഡ്വന്റിസ്റ്റ് സഭയിൽ ചേർന്നതിന് ശേഷം രണ്ട് ജീവിതമായിരുന്നു. വിശ്വാസപരമായിട്ടുള്ള ജീവിതവും ഭൗതികമായിട്ടുള്ള ജീവിതവും രണ്ടായിട്ട് വേണം പറയാൻ. ഞാൻ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാം. പിന്നെ പള്ളി പോകുമായിരുന്നു, തുടർച്ചയായിട്ട് പള്ളി പോകും. അന്ന് ആഞ്ഞിലിത്താനം സക്രിയ സാറാണ് സ്ഥിരമായിട്ട് പള്ളിയിലെ എൽഡർ. അദ്ദേഹം പിന്നെ മരിച്ചതിന് ശേഷം ആഞ്ഞിലിത്താനം പള്ളിയിലെ എൽഡറായിട്ടാണ് വർക്ക് ചെയ്തത്. അങ്ങനെ എൽഡറായിട്ട് ഞാൻ ഇന്ന് ഈ സമയം വരെയും എൽഡറാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുനിന്ന സമയം, ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ബോംബെയിൽ പെന്തക്കോസ്തുകാരുടെ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനൊക്കെ പോയ സമയത്ത് മാത്രമാണ് മാറുന്നത്. അത് കഴിഞ്ഞ് ഞാനിവിടെ വസ്തുവൊക്കെ വിറ്റ് താമസം മാറി. ഭാര്യ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കുടുംബജീവിതം എല്ലാം അലങ്കോലമായി. അപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ പ്രായമായി, കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. 5 പേരെയും വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ തന്നെയായിരിക്കുന്ന സമയത്തിന് ഭാര്യയ്ക്ക് അസുഖമായി. അതുകൊണ്ട് 5 വർഷത്തോളം സുഖമില്ലാതെ കഴിഞ്ഞു. 6ാമത്തെ വർഷത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. അങ്ങനെ ഞാൻ തനിയായി, ഏകനായി. ഏത് വർഷമാണ് ഭാര്യ മരിക്കുന്നത്? 2011. അതിനുശേഷം ഞാൻ തനിയാണ്. ഇപ്പോഴും തനിയെന്ന് പറയാൻ ഇപ്പോൾ എൻ്റെ മൂത്ത മകൻ കൂടുണ്ട്. അങ്ങനെ ഇവിടെ കഴിയുകയാണ്. ഇതാണ് ആ ജീവിതം. അപ്പൊ ഈ 1965 സ്നാനപ്പെട്ടതിന് ശേഷം അത് തന്നെ എന്തൊക്കെ മേഖലകളിലാണ്, അല്ലെങ്കിൽ അന്ന് വളരെ പ്രഗത്ഭന്മാരായ ധാരാളം സുവിശേഷകന്മാരും പ്രാസംഗികന്മാരും ഒക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? 1965 ശേഷം ഞാൻ സഭയിലേക്ക് വന്നു. സഭയിലേക്ക് ഞാൻ വർഷം ഓർക്കുന്നില്ല, അവരെന്നെ സെക്ഷൻ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. അന്ന് കേരളം മുഴുവൻ ഒരു സെക്ഷനാണ്. സെക്ഷൻ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. സെക്ഷൻ കമ്മിറ്റിയിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കവടിയാറിൽ വെച്ചാണ് മിക്കവാറും സെക്ഷൻ കമ്മിറ്റി നടക്കുമ്പോഴൊക്കെ പോകും. ഞാനിപ്പോഴും അത് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കവടിയാറിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ആഴ്ചത്തെ പ്രസംഗം എനിക്കാണ്. ഞാൻ പ്രസംഗം എടുക്കുമായിരുന്നു. അത് ഇംഗ്ലീഷിലാണ് അവിടെ പ്രസംഗിക്കുക. ഇപ്പോഴും ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനാണ് സുഖം. എൻ്റെ മരുമോൻ അവിടെ ഉണ്ടായിരുന്നു, മിസ്റ്റർ ബ്രൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു സെക്ഷൻ കമ്മിറ്റിയിൽ. അന്നത്തെ അഡ്വന്റിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ പോലാണ് ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആഞ്ഞിത്താനം പള്ളിയിൽ ആരാധന കഴിഞ്ഞാൽ അന്ന് വിശ്വാസികളെല്ലാം കൂടെ ഒരു വീട്ടിൽ കൂടും. കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒരു വീട്ടിൽ കൂടി ഒരുമിച്ച് അവിടെ വയ്ക്കുന്നതെല്ലാം മാരി കഴിച്ച് സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് പോകുന്ന ഒരു നല്ല അന്തരീക്ഷം അഡ്വന്റിസ്റ്റ് സഭയിലുണ്ടായിരുന്നു. മറ്റ് സഭകളിലെങ്ങും ഇല്ലാത്തൊരു അന്തരീക്ഷം അഡ്വന്റിസ്റ്റ് സഭയിലുണ്ടായിരുന്നു. നല്ല സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുക.
അവിടെ മറ്റൊരു വ്യത്യാസമില്ല. എല്ലാവരും തുല്യരായിരുന്നു. എല്ലാവരും തുല്യരായിരുന്നു. എല്ലാവരും വരും, അടുക്കള കയറും, ഒരു കുടുംബത്തിലെ ആളുകളെ പോലെ വേണ്ടി വന്നാൽ വയ്ക്കും, വെച്ചത് വാരി കഴിക്കും. അങ്ങനെ ഒരു നല്ല ജീവിതമായിരുന്നു ഈ സെവന്ത്-ഡേ അഡ്വെന്റിസ്റ്റ് സഭ എന്ന് പറഞ്ഞു. അന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഗോസ്പൽ ഓറിയൻറ്റഡ് വർക്കായിരുന്നു എന്ന് വേണം പറയാൻ. അതാണ് എല്ലാ സിസ്റ്റമായിരിക്കും. അവർക്കൊരു വെള്ളക്കാരുടെ പിന്നെ ഡിസിപ്ലിൻഡ് വർക്ക്. ഔട്ട്റീച്ചിന് ഞങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. എവിടെയല്ല, പിന്നെ ഞാനിപ്പോൾ എന്നെക്കുറിച്ച് പറയല്ല, പല സ്ഥലങ്ങളിലും എഫേർട്ടിൽ പോകുന്നതിനും പള്ളികളിൽ പോകുന്നതിനും അവരുമായിട്ടും അവിടെ പ്രസംഗിക്കുന്നതിനും ആ പ്രവർത്തനത്തിൽ വിശ്വാസികളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രവർത്തനത്തിൽ വിശ്വാസികളുടെ പങ്കാളിത്തം കുറവാണ്, വർക്കേഴ്സാണ് കൂടുതലുള്ള. അങ്ങനെയുള്ള വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളക്കാരുടെ നേതൃത്വമായിരുന്നപ്പോൾ ഇറ്റ് വാസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഇന്നത്തെ പോലെ അല്ല. അവരെപ്പോഴായാലും അവർ നമ്മളെക്കുറിച്ച് വളരെ കെയർഫുള്ളായിരുന്നു. ചില ഡിഫക്ട്സൊക്കെ പറയേണ്ട, നമ്മളെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ അവർ കയ്യിലെടുത്തിരുന്നു. അവരൊരിക്കലും, ഞാൻ ഓർക്കുന്നു, പിന്നെ പറഞ്ഞത് വിശ്വാസികൾ അവരാണ് ചർച്ച്. ബിലീവേഴ്സ് ആർ ദ ചർച്ച്. ഹൗ ക്യാൻ വി അവോയ്ഡ് ദം? ദേ മസ്റ്റ് ബി വിത്ത് അസ്. ആ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വെച്ച് എന്തോന്ന് സെൻറ്റിനറി, ഏതാണ്ട് ഒരു വലിയ യോഗം നടക്കുവാണ്. ബേർഡ് പ്രസിഡന്റ് വന്ന് പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്. എന്നിട്ട് വിശ്വാസികളിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്ത യോഗത്തിൽ പങ്കാളികളാക്കി ഒരാളുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനെന്ന് പറഞ്ഞോട്ടെ, അതിനിടയ്ക്ക് അവിടെ ഒരു യോഗം നടക്കുമ്പോൾ, ഇങ്ങനെ ഒരു സെൻറ്റിനറിയോ യോഗം നടക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു ഇംഗ്ലീഷ് പാട്ട്, അതാണ് അവിടെ പാടിയത്. 101 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു പാട്ട്, നല്ല പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. സഭ വളരുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ സഭാപരമായിട്ട് സെക്ഷൻ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യൂണിയൻ കോൺസ്റ്റിറ്റ്യുവൻസി മിക്കവാറും ബാംഗ്ലൂർ വെച്ചാണ് നടക്കുക. നടക്കുന്ന സമയത്ത് മിക്ക കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞാനുണ്ടായിരുന്നു. ഇതൊക്കെ പങ്കെടുത്തിരുന്നു. നോമിനേഷൻ കമ്മിറ്റിയിലൊക്കെ ഉള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ സമയത്ത് പറയേണ്ട കാര്യമില്ല. വളരെ സന്തോഷകരമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെള്ളക്കാരിവിടം നിന്നിട്ട് പോകുന്നത്. ഒരു പരിധി പറഞ്ഞാൽ ഇന്ത്യൻ സ്പിരിറ്റ് അനുസരിച്ച് വെള്ളക്കാരുടെ മേധാവിത്വം വേണ്ടാന്ന് വയ്ക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ പോലും they were a good set of people. They were committed. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എയർപോർട്ട്സ് പോലും അനുഭവിച്ചിട്ടുള്ളതാണ്. വെള്ളക്കാർ പൊളിറ്റിക്കലി they say that we are our slaves, but socially അവർ വളരെ ഫ്രണ്ട്ലിയാണ് നമ്മൾ. ഞാൻ ഓർക്കുന്നു, അവരൊരു ദിവസം എന്നെ വിളിച്ച് അവരുടെ ഒരു സദ്യയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി, അന്ന് എനിക്ക് ഏതാണ്ട് 18-19 വയസ്സേ ഉള്ളൂ, കൊച്ചുകുട്ടിയാണ്. വിളിച്ചുകൊണ്ട് പോയിട്ട് 2 അമ്മമാരപ്പുറം ഇപ്പുറം ഇരുന്ന് സ്പൂണും ഫോർക്കും എടുക്കുന്നത് എങ്ങനെയാണ്, കത്തി എടുക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു വെള്ളക്കാരന്മാർ. ഇന്ത്യക്കാരെ കൊണ്ട് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത്ര സോഷ്യലിയാണ് അവർ, നല്ല മനുഷ്യരായിരുന്നു. പിന്നെ പൊളിറ്റിക്കലി മറ്റൊരു രംഗമാണ്. അതുകൊണ്ട് സഭാപരമായിട്ട് അവരൊക്കെ നമുക്ക് നല്ല നേതൃത്വം തന്ന ആളുകളാണ്. അത് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇന്ത്യൻ ലീഡർഷിപ്പിനേക്കാൾ മെച്ചമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരെക്കുറിച്ചുള്ള ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം സഭയിൽ തന്നെ പിന്നെ എന്നെ സ്കൂളിലേക്ക് വിളിച്ചു. പിന്നെ കൊട്ടാരക്കര സ്കൂളിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അത് പിന്നെ ട്യൂട്ടോറിയൽ കോളേജ് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1984 പിന്നെ കൊട്ടാരക്കര എന്ന പ്രിൻസിപ്പാൾ ഇവിടെ വന്ന് അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പോയി. അവിടെ 2 വർഷം പഠിപ്പിച്ചു. അതിനുശേഷം തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം കുറ്റപ്പുഴ സ്കൂളിൽ 2 വർഷം പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ബോംബെയിൽ
ബദലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈബിൾ കോളേജുണ്ട് ബന്ധക്കോസ്തുകാരുടെ. അതിൻ്റെ പ്രിൻസിപ്പൾ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ വയസ്സല്ല, ഇത്രയും വയസ്സായി, അത് സാരമില്ല, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടുത്തുകാരനാണ്, ഈ കവിയുടെ സ്വദേശിയാണ്. 10 ഏക്കർ സ്ഥലമുണ്ട് അവിടെ, ഇപ്പോഴും നടക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി 3 വർഷം പെന്തക്കോസ്ത് ബൈബിൾ കോളേജിൽ അധ്യാപകനായിരുന്നു. അങ്ങനെ കഴിയാൻ ഒരു അവസരം ഉണ്ടായി. പക്ഷെ അവിടെ പെന്തക്കോസ്തുകാരെ സൗന്ദര്യക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു വിവേചനമൊന്നും കാണിച്ചിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബ്രദർലി ആയിട്ടുള്ള ഇടപെടലും മറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയസ്സുകാലത്ത് ഇങ്ങനെ ഒതുങ്ങി കഴിയുന്നു. പിന്നെ ധാരാളം പഴയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്തെടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഓർമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചില പദങ്ങൾ, ഭാഷയിൽ കുറേ പദങ്ങൾ മറക്കുന്നേ ഉള്ളൂ. സാരമില്ല, എന്നാലും എടുക്കുക, അല്പം സമയം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പച്ചന്റെ എഴുത്ത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, എഴുത്ത് ജീവിതം എന്ന് പറയുന്നത് ട്യൂട്ടോറിൽ പഠിപ്പിക്കുന്ന സമയത്ത് എഴുതാനൊന്നും പറ്റില്ലായിരുന്നു. ഐ വാസ് വെരി ബിസി ഡ്യൂറിങ് ദോസ് ഡേയ്സ്. രാവിലെ 7:30 ക്ലാസ് കയറണം. 7:30 മുമ്പ് 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് റാന്തൽ കത്തിച്ചു വെച്ച് കിളയ്ക്കുമായിരുന്നു. തൂവെടുത്ത് കിളയ്ക്കുമായിരുന്നു. കിളച്ച് നല്ലോണം വേർത്ത് കുറച്ച് കഴിയുമ്പോൾ വിശ്രമിച്ചിട്ട് താഴെ തോടുണ്ട്, തോട്ടിൽ പോയി മുങ്ങി കുളിക്കും. ഒഴുക്ക് കുളിച്ചിട്ട് വീട്ടിൽ വന്ന് വല്ലതും ഭക്ഷണം കഴിച്ചിട്ട് നേരെ കോളേജിൽ വരും. ഇവിടെ വന്നിട്ട് എല്ലാ ക്ലാസ്സും എടുക്കും. വൈകിട്ട് തന്നെ ഇവിടെ കവലയ്ക്കൊരു വീട്ടിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയി പിന്നെ ട്യൂഷൻ എടുത്ത സാഹചര്യമൊക്കെ വേറെ രീതിയിൽ അവർ വിളിച്ച് നിർബന്ധിച്ചൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാണ്. അതും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 9 മണിയാവും എന്നും. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ക്ഷീണമായിരിക്കും. ക്ഷീണമാണെങ്കിൽ പോലും ഈ പരീക്ഷ ധാരാളം ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കണമായിരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം പഠിപ്പിക്കേണ്ട. പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത് ഈ ഷേക്സ്പിയറുടെ പുസ്തകം എടുക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസാണ്. ഡിഗ്രിക്ക് കുട്ടികൾ വന്നു, ഷേക്സ്പിയർ എടുത്തു തരണമെന്ന് പറഞ്ഞു. ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്ന ആളെന്നുള്ള നാளைക്ക് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഷേക്സ്പിയറാണ്, ഞാൻ എടുത്തിട്ടുമില്ല. എടുക്കാമെന്ന് പറഞ്ഞു. എന്തിനത് പറയുന്നു? ഷേക്സ്പിയർ ഞാൻ പഠിപ്പിക്കാത്ത 1-2 പുസ്തകമേ ഉള്ളൂ, ബാക്കി പുസ്തകങ്ങളെല്ലാം പഠിപ്പിച്ചു. പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാത്രി വന്നിരുന്നാൽ ഉറക്കമില്ലാതെ ഷേക്സ്പിയർ പ്രിപ്പയർ ചെയ്യും. പിറ്റേ ദിവസം ക്ലാസ്സിൽ കയറിയ പുസ്തകം ഇല്ലാതെ ക്ലാസ് എടുക്കും. അതിവിടെ ഈ കവലയ്ക്ക് വലിയ മത്സരമായിരുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് വിജയിച്ചതാണ്. 18 ട്യൂട്ടോറിയൽ കോളേജ് കവലയ്ക്ക് എനിക്കെതിരായിട്ട് വന്നു. ആ 18 പോയി. ശബരിമലക്കാരൻ്റെ ട്യൂട്ടോറിയൽ കോളേജ് മാത്രം ഉണ്ടായിരുന്ന അവസ്ഥ. അങ്ങനെയാണ് ഞാനിവിടെ. എനിക്ക് ഏറ്റവും അതിശയമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യമുണ്ട് അപ്പച്ചൻ്റെ. അതായത് ഈ 100ാമത്തെ വയസ്സിൽ അപ്പച്ചൻ വരയ്ക്കുന്ന ചില പടങ്ങൾ, പെയിന്റിങ്സ്, വളരെ ഭംഗിയായിട്ട് അത് വരയ്ക്കുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പടം പോലും അപ്പച്ചൻ വരച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് വരയ്ക്കാനുള്ള കഴിവ് ആദ്യം മുതലേ ചെയ്തു പോന്നിരുന്നു, അതോ ഈ ഒരു വിശ്രമ ജീവിതത്തിൽ മാത്രം ചെയ്യുന്ന? അത് എനിക്കൊരു ജന്മാവസരം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ, ഞാൻ ഓർക്കുന്നു. പിന്നെ വീട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട് ബുക്ക് കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെല്ലാം ചിത്രം വരച്ചിട്ട് വലിച്ചു കയറി കളയും. അത് ഞാൻ ഒത്തിരി അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. ചിത്രം വരയ്ക്കുന്ന ഒരു ജന്മവാസനയായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രിപ്പറേറ്ററി ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് ഫോം കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ഫോം മുതൽ ബോർഡ് ചിത്രം വരയ്ക്കുന്നത് ഞാനാണ്. ടീച്ചർ വിളിച്ച് വരപ്പിക്കുമായിരുന്നു. അങ്ങനെ ചിത്രം വരയ്ക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ചിത്രം കലാപരമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അതിങ്ങനെ പോകുമ്പോൾ അതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കളർ വാങ്ങിച്ച് എയർഫോഴ്സിൽ 1:30 വരെ ഉള്ളു വർക്ക്, ബാക്കിയുള്ള സമയം ഫ്രീ ആണ്. ആ സമയത്ത് ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചിത്രം വരയ്ക്കും, അല്ലെങ്കിൽ വായിക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം. കൂടുതലും വായനയായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. അതായത് പിന്നെ മനുസ്മൃതി, അതായത് മനുധർമ്മശാസ്ത്രം, കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് ധാരാളം വായിച്ചത്. ഭഗവത്ഗീത, ഇതെല്ലാം ഇംഗ്ലീഷിലേ ഉള്ളത്. രാമായണം, ഇംഗ്ലീഷ് രാമായണം അവിടെ വെച്ച് വായിച്ചത്. ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ 100 വയസ്സ് പ്രായമുള്ള ആൾക്കാർ വളരെ കുറവാണ്. വളരെ ചുരുക്കം ചിലർ മാത്രമേ ഒരുപക്ഷെ ഈ തിരുവല്ല പട്ടണത്തിൽ തന്നെ കാണുകയുള്ളൂ. അപ്പൊ അത്രയും 100 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ എന്ന നിലയ്ക്ക്
ഇന്നത്തെ പുതുതലമുറയോട് അപ്പച്ചന് പറയാനുള്ളതായ ഒരു ഉപദേശം എന്താ? ഉപദേശം എന്ന് പറയുന്നത്, ഈ 100 വയസ്സെന്ന് പറയുന്നത് യു ഡോണ്ട് ഫീൽ അബൌട്ട് ഏജ്. ഇപ്പോഴും എനിക്ക് ഈ വയസ്സനായി, ഞാനിപ്പോൾ ഷേക്സ്പിയറുടെ ഭാഷയിൽ പറഞ്ഞ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയാം. പക്ഷെ ഞാൻ ആ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നതിന് ഇംഗ്ലീഷിലൊരു പദമുണ്ട്, ടോർപോർ എന്നാണ്. ടോർപോർ ഓഫ് ഓൾഡ് ഏജ്. എനിക്ക് വയസ്സായെന്ന് ചിന്തിക്കാൻ പാടില്ല. മാനസികമായിട്ട് നമ്മൾ ആ സ്റ്റേജിലായിരിക്കണം. വയസ്സായെന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വയ്യാന്ന്. എനിക്കിപ്പോൾ രോഗമൊക്കെ ഉണ്ട്, എങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഇപ്പോൾ രോഗമുണ്ടെന്ന് ചിന്തിക്കാതിരിക്കുക. ഒന്ന്, ഹെൽത്ത് കെയർ അത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ സ്പോർട്സിലൊക്കെ ആയിരുന്നു, ധാരാളം ഫുട്ബോളറായിരുന്നു, ബോക്സറായിരുന്നു. കളിക്കാത്ത ഗെയിമൊന്നുമില്ല. അത്ലറ്റിക്കായിരുന്നു. 800 മീറ്ററിൽ ഞാൻ എയർഫോഴ്സ് ചാമ്പ്യനായിരുന്നു. ഫ്ലൈ വെയ്റ്റിൽ, ബോക്സിങ് ഫ്ലൈ വെയ്റ്റിൽ സ്റ്റേഷൻ ചാമ്പ്യനായിരുന്നു എയർഫോഴ്സിൽ. അങ്ങനെ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. ഫുട്ബോൾ മിക്കവാറും കളിക്കുമായിരുന്നു. വെള്ളക്കാരുള്ള സമയത്ത് അവരെ വീട്ടിലിരുത്തുമില്ല. 4 മണി കഴിഞ്ഞാൽ വന്ന് പിടിച്ചു പൊക്കിയിട്ട് കമോൺ ഗെറ്റ് ഔട്ട് എന്ന് പറയും. ഉറങ്ങുകയാണെങ്കിൽ അവരുടെ ഭാഷയിൽ പറയും ഡോണ്ട് സ്ലീപ്പ് ഗെറ്റ് ഔട്ട് യാതൊക്കെ വെറുതെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ സ്പോർട്സ് ഫീൽഡായിരുന്നു. മദ്യം ധാരാളം കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മെസ്സിൽ ഒരു സൈഡ് മദ്യ ഷോപ്പാണ്, ബാർ. അപ്പോൾ അവിടെ കയറിയാൽ മദ്യം കുടിച്ചിട്ട് അങ്ങോട്ട് പോയിരുന്ന് കഴിച്ചാൽ അപ്പോൾ ഇരുന്നാൽ മതി. അപ്പോൾ സാധനമൊക്കെ കൊണ്ടുതരും. മദ്യം കഴിച്ചിട്ട് പോയാൽ മതി. കയറുന്നിടത്ത് മദ്യ ഷോപ്പാണ്. ഞാൻ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല. മദ്യം വിറ്റിട്ടുണ്ട്, അത് ഡ്യൂട്ടിയാണ്. തൊട്ടിട്ടില്ല, പുകവലിച്ചിട്ടില്ല. ഇന്നത്തെ നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് മദ്യം, പുകവലി, ഇത് അഡിക്റ്റാണ്. ആരും നശിച്ചു. അത് തന്നെയല്ല, യു മസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് യുവർ ഹെൽത്ത്. യു മസ്റ്റ് കീപ്പ് യുവർ ഹെൽത്ത്. അതുപോലെ തന്നെ ഫുഡ്, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, പോഷകാഹാരം കഴിക്കുക, അധികം കഴിക്കാതിരിക്കുക, വലിച്ചുവാരി മുട്ട, ഇറച്ചി ഒന്നും വലിച്ചുവാരി തിന്നാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ എയർഫോഴ്സിൽ മെഡിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു, മിക്കവാറും എല്ലാ മാസവും കാണും. അതിലവർ പഠിപ്പിച്ച ഒരു കാര്യം നമ്മുടെ ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തതാണ്, അത് ഞാൻ പറയുകയാണ്. പല്ല് തേക്കുന്ന കാര്യമാണ്. ഡോക്ടർ പറഞ്ഞത്, ക്ലാസ് എടുക്കുന്ന ഡോക്ടർ പറഞ്ഞത്, യു മസ്റ്റ് ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ടീത്ത്. You don't clean your teeth this way and that way. Instead of that, you clean your teeth up and down. അങ്ങനെ പല്ല് തേക്കാവും. പല്ല് തേക്കുന്നതിൽ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ഗം മസാജ്. വിരൽ കൊണ്ട് നല്ലോണം മോണ മസാജ് ചെയ്യണം. എന്നാൽ പല്ല് പോകില്ല. എനിക്കിപ്പോൾ 100 വർഷമായിട്ട് ഒരു പല്ലേ പോയുള്ളൂ, പോയിട്ടില്ല. അത് വലിയൊരു അതിശയമാണ്. ആ, അപ്പോൾ പല്ലൊക്കെ പിന്നെ ഹെൽത്തി ആണെങ്കിൽ ഹെൽത്ത് നശിക്കില്ല. അത് നോക്കുക. പിന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഇൻ ഈറ്റിങ്. അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള പുകവലി, മദ്യപാനം, ഇതൊക്കെ ഒഴിവാക്കുക. എൻ്റെ ഹെൽത്ത് എന്നൊരു പിന്നെ ചിന്ത വേണം. നമ്മുടെ ശരീരമാണ്, ഒരിക്കൽ നശിച്ചാൽ പിന്നെ പോയി. ഹെൽത്ത് ഈസ് വെൽത്ത്. അതെ, തീർച്ചയായിട്ടും. ആ ഒരു ചിന്ത നമുക്ക് വേണം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം യോഗ ചെയ്യുമായിരുന്നു ധാരാളം. ഇപ്പോഴാണൊന്നും ചെയ്യാൻ വയ്യാതായത്. മിക്കവാറും യോഗാസനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഈ ജോലിയൊക്കെ ഉള്ള സമയത്ത് ഞാനത് മുടക്കിയിട്ടില്ല. പലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും, രാവിലെ ചെയ്യുമായിരുന്നു. അതൊക്കെയാണ് പിന്നെ ഇങ്ങനെ. പിന്നെ മെൻ്റലി ഈ കാര്യങ്ങൾ മറക്കുന്നത് എന്തുകൊണ്ടാണ്? മറക്കുന്നത് നമ്മളിപ്പം യേശുദാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുദാസിൻ്റെ അധ്യാപകൻ ആരാ? അറിഞ്ഞുകൂടാ. എന്താ കാര്യം? അധ്യാപകനെ കുറിച്ച് ആരും ഒരിക്കലും പറയുന്നില്ല. അതേസമയത്ത് യേശുദാസിൻ്റെ പാട്ടെന്നും കേൾക്കുന്നു, അതുകൊണ്ട് യേശുദാസിനെ ഓർക്കുന്നു. ചെമ്പൈ ഭാഗവതനാഥരുടെ പാട്ട് കേൾക്കുന്നില്ല, അദ്ദേഹമാണ് അധ്യാപകൻ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓർക്കുക. നമ്മൾ മറക്കാതിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഓർമ്മയും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ഇഫ് യുവർ മൈൻഡ് ഈസ് ഹെൽത്തി,
your body also will be healthy. ആമേൻ. The mind remains healthy in a healthy body. Anyway, കഴിഞ്ഞ ഈ 2 എപ്പിസോഡുകളായിട്ട് അപ്പച്ചൻ്റെ കഥകൾ ധാരാളം കാര്യങ്ങൾ നമ്മോട് പങ്കുവെച്ചു. അപ്പച്ചന് വളരെ വളരെ നന്ദി. ദൈവം അപ്പച്ചനെ ധാരാളമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് സാക്ഷ്യമായി, അനേകർക്ക് മാതൃകയായി ആരോഗ്യത്തോടെ ഈ ലോകത്തിൽ വാസം ചെയ്യുവാനും യേശുക്രിസ്തുവിനെ മുഖാമുഖമായി കാണുവാനും ഒക്കെയുള്ളൊരു ഭാഗ്യം കർത്താവ് നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. Thank you very much, sir. ഇന്നത്തെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ നമ്മൾ പ്രിയപ്പെട്ട ശമൂവേൽ അപ്പച്ചൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അദ്ദേഹം ശരിക്കും ഒരു ജീവിക്കുന്ന സാക്ഷ്യം തന്നെയാണ്. ധാരാളം അവസരങ്ങൾ ഈ ലോകത്തെ എൻജോയ് ചെയ്യുവാൻ ധാരാളം അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടും അതൊക്കെ ദൈവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയ സത്യങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയും ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ലൊരു ഒരു സഹപ്രവർത്തകനായി, ഒരു നല്ലൊരു ദൈവവിശ്വാസിയായി അദ്ദേഹം ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിലമതിക്കാത്തവയാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ ധാരാളം ദൈവം നൽകി. ഈ കഥകളൊക്കെ കേട്ടുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ നമുക്കും ലക്ഷ്യബോധമുള്ള, സമർപ്പണവും ഏകാഗ്രതയും അച്ചടക്കവുമുള്ള ഒരു തലമുറയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വെറുതെ ജീവിച്ച് നശിച്ചു പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു തീരുമാനം, അത് ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടതിലൂടെ നമുക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ഞങ്ങളെ കണ്ടതിനും എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.